Dear friends, welcome to my YouTube channel, Haru and Tanu. ഇന്ന് നമ്മൾ വൈക്കത്ത് എൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ വീട് വൈക്കത്താണ് എന്നൊക്കെ. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാമൻ്റെ, അതായത് എൻ്റെ അമ്മയുടെ അനിയൻ്റെ ഒരു ചെറിയ കൃഷിയിടാണ് കാണിക്കുന്നത്. വീടിൻ്റെ ചുറ്റും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നട്ടിരിക്കുന്ന കുറച്ച് ചെടികളും കപ്പയും അതുപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒപ്പം കുറച്ച് വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് നന്നാക്കുവാണ്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ്, അമ്മുമ്മയാണ്. അമ്മുമ്മയും എൻ്റെ അമ്മയും കൂടിയാണ് ചക്ക നന്നാക്കുന്നത്. എന്താ അമ്മുമ്മ ചെയ്യണേ? പിന്നെ മോള് വന്നപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് കുറുക്ക് വയ്ക്കാൻ നല്ല പാകമായിട്ടിരിക്കുന്നു. അപ്പം കുറുക്ക് വയ്ക്കാന്ന് വെച്ച് ഞങ്ങളത് മുറുക്കി നന്നാക്കിക്കൊണ്ടിരിക്കുക. ചവിട്ടല്ലേ ഇതെന്ത് സാധനം? അത് പച്ച തണ്ണിമത്തൻ, പച്ച കളർ തണ്ണിമത്തൻ. ഇത് കായല്ല, എന്റെ ചെടി 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 ആയിട്ടുള്ളൂ. അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ പന്തലില്. കുറച്ച് കുറവുണ്ടായി, നല്ല നീളമുള്ള ഒരു മീറ്റർ നീളമുള്ള അച്ചിങ്ങ. അത് അസുഖമില്ല, അതാണ് അതേ മാങ്ങ കുറഞ്ഞത്. ഇനി അത് കംപ്ലീറ്റ് അതിന്റെ ഇത് വെട്ടിക്കളഞ്ഞിട്ട് തുരിശുണ്ടാകുമ്പോൾ കൂടി കലക്കി വൈറ്റ് വാഷ് ചെയ്യണ പോലെ അടിക്കണം. അത് മോളിൽ നിന്ന് പൊട്ടി ബക്കറ്റ് കണക്കിന് പോകും കറ. പക്ഷെ പൂട്ടിട്ടുണ്ടല്ലേ? പക്ഷെ പൂവെല്ലാം കുറവായി കാണാം. മറ്റേത് ഇല കാണാൻ മേലാത്ത 325 ദിവസം വാങ്ങി ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ. ദൈവത്ത് മറ്റേ തണ്ണി പോത്തെ, മറ്റേ വെളുത്ത് തണ്ണി പോത്തെ. അത് അവിടെ ഒരെണ്ണത്തിൽ ഒരു ചെറുതുണ്ടായി നിൽപ്പുണ്ട് അപ്പുറത്ത്. ഈ കപ്പയൊക്കെ എന്നാ നട്ടത്? നട്ടിട്ട് 1.5 മാസം. അന്ന് നിങ്ങൾ വരുമ്പോ കപ്പയില്ല? അന്നില്ല തോന്നുന്നു. അന്ന് ഇല്ല. അവിടെ എന്തത്? മത്തൻ. അത് കഴിഞ്ഞ് പണ്ടൊരു മത്തങ്ങ പടം അയച്ചതില്ലേ, ആ മത്തങ്ങ ഉണ്ടായതിന്റെ അതിന്റെ വേനേന്ന് പിന്നെയും കിളുത്തു പോകാം. കുറെ നാളത്തേക്കല്ലേ? ഈ വേനൽക്കാലം വരുമ്പോൾ ഉണങ്ങിപ്പോയാലും പിന്നെ ഉണ്ടായിക്കോളും. അടുത്ത മഴക്കാലം വരുമ്പോൾ പിന്നെ ഉണ്ടായിക്കോളും. മറ്റേ ഹൈഡ്രോജൻ പെറോക്സൈഡ് തെളിക്കുവാ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീരയും പച്ചക്കറിയും ഒക്കെ ഇവിടെ തന്നെ കിട്ടും. ഉണ്ടാക്കിക്കണേ ഈ മോളിലത്തെ പടർത്താൻ വേണ്ടി. ഇതെന്തത്? പീച്ചിങ്ങ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പീച്ചിങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ? അത് മാറ്റി അല്ലേ? ഓ, cauliflower. കൊള്ളാലോ.
കത്തിരിക്ക ഏതാ? പറിച്ചതാ ഇന്നലെ മിനിയാന്ന് കേട്ടോ. അത് കുറേ ഉണ്ടായിരുന്നു. കോറ്റ് വെച്ചു കൊടുത്തു. ഇവിടെ അല്ലേ ഞടിയില് ഇവിടേക്ക് ഉണ്ടായിരിക്കും. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ നട്ട ഉണ്ടാവുള്ളൂ അല്ലേ? നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇതും കുറവാണ്, കീടങ്ങളൊക്കെ കുറവാണ്. കീടങ്ങളും കുറയുമായിരിക്കും അല്ലേ? ഇതിനൊക്കെ പച്ചക്കറി വേസ്റ്റ് അല്ലേ? ഈ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റുകളും പിന്നെ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് അത് കഴുകണ വെള്ളം, മീനിന്റെ വേസ്റ്റ്, ഇത് മാത്രമേ വളമായിട്ടിടാറുള്ളൂ. വേറെ ഒരു പൈസ മുടക്കിയുള്ള ഒരു പരിപാടിയില്ല. വേറെ വളങ്ങളൊന്നും ഇടാറില്ല. അപ്പൊ നല്ല ആരോഗ്യമുള്ള തേയിലമട്ട് ഇതെല്ലാം. കോളിഫ്ലവർ കാണുമ്പോൾ നല്ല സന്തോഷം. അപ്പൊ താത്തി നടണല്ലേ? അപ്പൊ ഇതെങ്ങനെയാ നട്ടത് ഈ കോളിഫ്ലവർ? തൈ എവിടെ നിന്ന് വാങ്ങിച്ചു? നഴ്സറിന്നല്ലേ? അതേ കപ്പങ്ങ. നിറയെ ഇതാണ് നല്ല വളം. അത് നല്ലൊരു ബൂസ്റ്റിംഗ് വളമാണ്. നല്ല വള. ചായയുടെ മട്ടി. ഈ കപ്പയ്ക്ക് നനച്ചു കൊടുക്കൂ? അധികം നനയ്ക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അമ്മമ്മ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മീനൊക്കെ കിട്ടാൻ എളുപ്പമാട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോലുത്തുംകടവ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൻ്റെ ഇവിടെ അടുത്ത്. അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും. എന്താ മീനാ? പാമ്പുള്ളൻ. നേരത്തെ അമ്മയും അമ്മുമ്മയും കൂടെ നന്നാക്കണ കണ്ട ചക്കയാണിത്. അത് ചെറിയ പീസസ് ഒക്കെ ആയിട്ട് മുറിച്ച് പൊടികളൊക്കെ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുവാണ്. ചക്ക കൊണ്ട് പുഴുക്കുണ്ടാക്കിയിട്ട് അത് ചായയുടെ ഒപ്പം കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ചൂട് ചായയുടെ ഒപ്പം ചക്ക പുഴുക്കും കൂടെ നല്ല കോമ്പിനേഷനാണ്. എനിക്ക് തോന്നുന്നു ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചായയുടെ ഒപ്പം കഴിക്കാനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ചായയും ചക്കപ്പുഴുക്കും കൂടെ. നല്ല മണ്ണിന്റെ മണം. മാമൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കപ്പയ്ക്ക് നനച്ചു കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ള വെജിറ്റബിൾസ്, ചീരയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡെയിലി നനയ്ക്കാറുണ്ട്. ചീരയ്ക്കൊക്കെ നല്ല വെയിലും അതുപോലെ തന്നെ നല്ല വെള്ളവും വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി നനച്ചു കൊടുക്കണം എന്നാണ് മാമൻ പറഞ്ഞത്. അങ്ങനെ രാസവളങ്ങളൊന്നും തന്നെ ചേർക്കാതെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.